ഹലോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ. നാടൻ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ചിക്കൻ കറിയാണ്. ഇതിനായിട്ട് ഒരു ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് ഏകദേശം ഒരു 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. അതിനുശേഷം കടുകൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഏകദേശം 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് നെടുകെ കീറിയതിട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ പച്ചക്കുത്ത് മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കണേ. ഇതൊന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 2 സവാള അരിഞ്ഞതിട്ട് കൊടുത്തു. ഇതും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പിലയും മല്ലിയിലയും ഒക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. എനിക്ക് ആ മല്ലിയിലയുടെ ടേസ്റ്റ് അധികം അങ്ങോട്ട് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇതിലേക്ക് കറിവേപ്പില കുറച്ചധികം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വരണം. ഈ സമയത്ത് നന്നായിട്ട് വാടി വന്നതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് ആവശ്യമായ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കൂ. അപ്പോൾ ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതാണ്. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ വറുത്ത് പൊടിച്ച ഗരം മസാലയാണ് കേട്ടോ. പിന്നീട് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പച്ചക്കുത്ത് മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് നന്നായിട്ട് പച്ചക്കുത്ത് മാറിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള നമുക്ക് ഗ്രേവിക്ക് എത്രത്തോളം ഗ്രേവിയാണോ നമുക്ക് ആവശ്യം അതിനനുസരിച്ച് നമുക്കിതിലേക്ക് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 1.5 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വേണം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു 1/4 മണിക്കൂർ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മുടെ സവാളയും ആ വെളുത്തുള്ളി ഇഞ്ചിയും ഒക്കെ ഇതിലേക്കൊന്ന് പിടിച്ച് നല്ല ആ ഗ്രേവി ഒന്ന് തിക്കായി വരണം. ആ സമയത്ത് നമുക്ക് ചിക്കൻ കറി നന്നായിട്ട് റെഡിയാക്കി കിട്ടും. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ എണ്ണയൊക്കെ അതിൻ്റെ മുകളിലൊന്ന് തെളിഞ്ഞ് വരും കേട്ടോ. ഇത് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ കൂടെയും വെള്ളയപ്പത്തിൻ്റെ കൂടെയും ഒക്കെ അടിപൊളി കഴിക്കാൻ പറ്റിയ അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. ഇതേപോലെ ചിക്കൻ കറി വെക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.